ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർന്നു കേട്ട ഒരു പേരാണ് വിക്രം സൗ എന്ന വ്യക്തി. ഝാൽഗ്രാം എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കച്ചവടക്കാരനാണ് വിക്രം സൗ. ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഝാൽമുരി എന്ന് പറയുന്ന പ്രത്യേക പലഹാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാങ്ങിയതും 10 രൂപ അദ്ദേഹത്തിന് അതിന് പണമായി നൽകിയതുമൊക്കെ വലിയ വാർത്തകളായിരുന്നു. ലോകം മുഴുവൻ ഈ വാർത്ത ശ്രദ്ധിച്ചതുമാണ്. ഒരു വേള ഇതുകൊണ്ടൊക്കെ തന്നെ ബംഗാളിലെ ജനത BJPക്ക് വോട്ട് ചെയ്തു. ബംഗാളിലെ മമതയുടെ കിരാതഭരണം അവസാനിപ്പിച്ചു. വലിയ വിജയമാണ് BJP നേടിയത്. അതിൽ ഝാൽഗ്രാമിനും ഝാൽമുരിക്കും വിക്രം സൗ എന്ന കച്ചവടക്കാരനുമുള്ള പങ്ക് ചെറുതല്ല. ഇപ്പോൾ ഇതാ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വിക്രം സൗ എന്ന കച്ചവടക്കാരനെ തേടി ഭീഷണികൾ എത്തിയിരിക്കുന്നു. വെറും ഭീഷണിയല്ല, വധഭീഷണി. വിക്രം സൗവിനെയും കുടുംബത്തെയും അപായപ്പെടുത്തുമെന്നും കട ബോംബ് വെച്ച് തകർക്കും എന്നുമാണ് വിവിധ ഹാൻഡിലുകളിൽ നിന്ന് വിക്രം സൗവിനെ തേടിയെത്തിയ ഭീഷണികൾ. ഏതാനും നാൾ മുമ്പും ഇത്തരം ഭീഷണികൾ വന്നിരുന്നതായും ചിലർ അഭിനന്ദനങ്ങൾ അയച്ചതായുമൊക്കെ വിക്രം സൗ മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, ആ സന്ദേശങ്ങൾ, ഭീഷണി സന്ദേശങ്ങളൊക്കെ തന്നെ തൻ്റെ മൊബൈലിൽ ഇപ്പോഴുമുണ്ട്. തനിക്ക് ഇപ്പോൾ കടയിൽ പോകാൻ ഭയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഝാൽഗ്രാം പോലീസ് അദ്ദേഹത്തിന് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ നിരീക്ഷണം ആ പ്രദേശത്ത് ഝാൽഗ്രാമിലാകെ പോലീസ് നടത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇടപെട്ട് പ്രത്യേക പോലീസ് സംഘത്തെ ഝാൽഗ്രാമിൻ്റെയും വിക്രം സൗവിൻ്റെ കടയുടെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി വന്നുപോയ ശേഷം വലിയ തോതിലുള്ള കച്ചവടമാണ് വിക്രം സൗവിന് ഉണ്ടായത്. ലോകത്താകമാനമുള്ള ആളുകൾ വിക്രം സൗവിന് അഭിനന്ദന സന്ദേശങ്ങളും സ്നേഹ സന്ദേശങ്ങളും അയച്ചു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ചില തീവ്രവാദ ഗ്രൂപ്പുകൾ മോദിക്ക് ഝാൽമുരി നൽകിയതിന് എതിരെ, അല്ലെങ്കിൽ മോദിക്ക് ഝാൽമുരി നൽകിയതിനെ ചൊല്ലി വിക്രം സൗ എന്ന കച്ചവടക്കാരന്, ചെറുകിട കച്ചവടക്കാരനെതിരെ ഭീഷണി മുഴക്കുന്നത്. ഇത് ഇന്ത്യയുടെ സുരക്ഷയുടെ വിഷയമാണ്. തീർച്ചയായിട്ടും ഇത് പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കും എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറയുന്നത്. കൃത്യമായി എല്ലായിടത്തും പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ബംഗാൾ DGPക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ വിക്രം സൗ പരാതി നൽകിയിട്ടുണ്ട്. താനും കുടുംബവും താമസിക്കുന്ന വീടിനും സുരക്ഷ വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വീടിനും ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞു കാണില്ല പ്രധാനമന്ത്രി തൻ്റെ കടയിൽ വന്ന് സാധനം വാങ്ങിയത് ഇത്ര വലിയ പ്രതിസന്ധിയാകുമെന്ന്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സാധാരണ കച്ചവടക്കാരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് പണം കൊടുത്താൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ BJPക്ക് അത് മുതൽക്കൂട്ടായാൽ ഈ വിദേശ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഝാൽഗ്രാമിലെ എല്ലാ ജനങ്ങളും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ വിക്രം സൗവിന് ഒപ്പമാണ്. അദ്ദേഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിൽ അവരും ജാഗരൂകരാണ്. വിക്രം സൗവിന് ധൈര്യമായി കച്ചവടം നടത്താം. 24 മണിക്കൂറും കട തുറന്നു വയ്ക്കാം. അദ്ദേഹത്തിന് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പോലീസ്, ബംഗാളിൻ്റെ പോലീസ്, ഇന്ത്യ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കും. പാകിസ്ഥാൻ വിക്രം സൗവിനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് പാകിസ്ഥാന് നാണമില്ല എന്നുള്ളത്, ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള ഭീഷണിക്ക് അവർക്ക് നാണമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിക്രം സൗവിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ബംഗാൾ പോലീസും കേന്ദ്ര ആഭ്യന്തര സംവിധാനവും നീങ്ങുകയാണ്. അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അദ്ദേഹം തീർച്ചയായും പ്രതീക്ഷിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും ഒരിക്കൽ താങ്കളുടെ കടയിൽ വരും, ഭേൽപുരിയോ മറ്റെന്തെങ്കിലും പലഹാരങ്ങളോ വാങ്ങും. ഝാൽമുരി എന്ന പലഹാരവും ഒക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം കൊണ്ട്, പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കൊണ്ട് പ്രസിദ്ധമായിരിക്കുകയാണ്. വിക്രം സൗവിന് എല്ലാവിധ സുരക്ഷയും ഒരുക്കിയതായും അദ്ദേഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ബംഗാൾ പോലീസ് അതീവ ജാഗരൂകരാണ് എന്നും ബംഗാൾ DGPയും അറിയിക്കുന്നുണ്ട്. അദ്ദേഹം എന്നും സുരക്ഷിതനായി തുടരുക തന്നെ ചെയ്യട്ടെ. പ്രധാനമന്ത്രി ഇനിയും അദ്ദേഹത്തിൻ്റെ കടയിലെത്തട്ടെ.